വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് ആര് ജയിക്കാൻ പോണ? ഞാൻ. ഒന്നും അറിയാത്ത ആള്. ഓക്കെ, അമ്മ ജയിക്കും. ശരിയാന്ന് പറയുന്നത്. ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നേക്കുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്തി. അച്ഛൻ, അമ്മ, അനിയത്തി, അവർ 3 പേരും എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് ഓളാക്കുക 2 പേരും. ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത് ഇവർ 2 പേരും പറയണത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഹരിത സാധ്യത അതാണ്. അപ്പൊ ഹരിത ഉത്തരം പറയുന്നതായിരിക്കും. ഹരിതയും തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ഇതാണ് നമ്മുടെ കളി. ബേസിക്കലി ഹൂ നോസ് മീ ബെറ്റർ. അപ്പൊ നിങ്ങൾ റെഡിയാണോ? അമ്മ റെഡിയാണോ? ഹരിത റെഡിയാണോ? ഓക്കെ, ആര് ജയിക്കാൻ പോണ? ഞാൻ. ഒന്നും അറിയാത്ത ആള്. ഓക്കെ, അമ്മ ജയിക്കോ? അമ്മയ്ക്ക് എല്ലാം അറിയാം കുറിച്ച്. ഹരിതയോ ജയിക്കോ? ഓക്കെ, ശരി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അമ്മ ഓട്ടോക്കെ നോക്കിയത് എനിക്ക് നിന്നെ അറിയാം നന്നായിട്ട്, പക്ഷെ അത് മുഴുവൻ പറഞ്ഞാൽ സെൻസറി. ഓക്കെ, ആദ്യത്തെ ബേസിക് ക്വസ്റ്റ്യൻ. ഇതിന്റെ കുറച്ച് റൂൾസ് ഉണ്ട്. അതിന്റെ ഒന്നിനും ഉണ്ടാൻ പാടില്ല. ചോദിക്കണമെങ്കിൽ മാത്രം ഉത്തരം പറയാൻ പാടില്ല. അറിയണ ആള് കൈ പൊന്തിക്കാം. വിളിച്ച് ഓളിട്ട് പറയാൻ പാടില്ല. ഓക്കെ, അതായത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അച്ഛൻ എനിക്കറിയാന്ന് പറഞ്ഞാൽ ഓളിട്ട് പറയരുത്. പകരം എന്ത് ചെയ്യണം? കൈ പൊന്തിക്കണം. ആരാണ് ആദ്യം കൈ പൊന്തിക്കണമെന്ന് ഹരിത നോക്കണം. ഹരിത വയസ്സാവരുത്. ഹരിത ഷർട്ട് ഇട്ട് അച്ഛനെ ചിലപ്പോ തള്ളി പറയാൻ സാധ്യത ഉണ്ടാവുള്ളൂ. അമ്മ എപ്പോഴും ശരിയാന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് ആദ്യം കൈ പൊന്തിച്ച് നോക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ മാർക്ക് എഴുതി വെക്കാം. എന്നിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിലാക്കിയത് നോക്കാം. 2 ആളും 0 അടിച്ചതാണ്. അത് ഓക്കെ, ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരം ഓളിടരുത്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിക്കട്ടാ. സെക്കൻഡ് ആണ് അച്ഛൻ കൈ പൊന്തിച്ചത്. അച്ഛൻ കൊടുത്തട്ടാ. അമ്മക്ക് എന്തായാലും അറിയാതെ എനിക്ക് അറിയാതെ. കാരണം അച്ഛൻ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോ ഡേറ്റും ഇയറും മന്തും ഒക്കെ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ അച്ഛൻ പറയുന്നത് ശരി. ഞാൻ ഇന്നലെ പറഞ്ഞ വഴിക്ക് അച്ഛനോട് പറഞ്ഞായിരുന്നു നമ്മളിവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പൊ അത് കാരണം ഇന്നലെ 10-11 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് എന്നെ കുറിച്ച് എന്താണ്ടൊക്കെ. ശരി ശരി ശരിയാവും നോക്കട്ടെ. അപ്പൊ പറയും 8/4/1999. പക്ഷെ ഇതിന്റെ മാർക്ക് അമ്മയ്ക്കാണ് കൊടുക്കുക. ഫസ്റ്റ് കൈ വന്നിച്ചത് അമ്മയാണ്. ഓക്കെ, അന്ന് ശരി. അച്ഛന് പറഞ്ഞ കിട്ടണതാണ്. അപ്പൊ 2 പേർക്കും മാർക്ക് തരാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. അച്ഛന് അമ്മനെ കോപ്പി അടിക്കണം. അച്ഛന് അറിയാന്നുണ്ടെങ്കിൽ അച്ഛൻ ഒത്തിരി ചോടി കയറി പഴമാണ്. തെറ്റാ. അടുത്തത് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? മാർക്കിന്റെ കാര്യം നോക്കണ്ട. ഇഷ്ടം പഠിക്കാൻ എനിക്ക് അല്ലെങ്കിൽ ടീച്ചർമാരെ ഇഷ്ടം കൂടുതൽ, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഇഷ്ടം സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ഫസ്റ്റ് നമ്മളിപ്പോ നമ്മുടെ ഈ കോളേജ് അല്ല സ്കൂള് ചിന്ത പോണത് LP-ക്ക് പോണ്ട്. അങ്ങനെ ആദ്യം പോയി LP-ക്കാണ്. ശരി, തിരിച്ചാ എവിടത്തെയാണ് പറയാ? സ്കൂളിലെന്ന് പറയുമ്പോ 10ാം ക്ലാസ്സില്. 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ചാൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ബയോളജി. അമ്മ ഞാൻ സെക്കൻഡ് ചാൻസ് ഇല്ല. അമ്മ ഓളിട്ട് പറഞ്ഞു. ഓക്കെ, അല്ല ഞാൻ ലലിക്കറിയാമായിരുന്നു. എന്നെ അറിയാമായിരുന്നു. എന്നിട്ട് ഇംഗ്ലീഷിലാണ് A+ കിട്ടാതെ പോയത്. അമ്മ എനിക്ക് ഇംഗ്ലീഷിൽ A+ ഉണ്ടായില്ലേ? 10ലും +2ലും ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എപ്പോഴും, അതായത് എനിക്കിങ്ങനെ എവിടെ പോയാലും ഓക്കെ, എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ്
ഫുഡ്. കൈ പൊന്തിച്ചാൽ മതി, ഉത്തരം പറയണ്ട. അതിക്ക് നീ സെക്കൻഡാ. ഇവർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. കൈയൊക്കെ ഇങ്ങനെയൊക്കെ പൊന്തിക്കണം. ആ അമ്മ വെറുതെ ഇലക്ഷൻ നിൽക്കുന്ന ആളെ പോലെയാ. ഇത് വെറുതെയാ. ഫസ്റ്റ് പൊന്തിക്കണം. അമ്മ ഫസ്റ്റ്. അച്ഛൻ പറയും വെറുതെ കിട്ടിയ എന്ത് തിന്നും. അതാണ് ശരിക്കും എന്റെ അച്ഛൻ തന്നെയാ. അല്ല തെറ്റ്. എന്റെ അമ്മ പറഞ്ഞ തന്നെയാണ്. എന്ത് കിട്ടിയാലും തിന്നൊന്നുമില്ല. അമ്മ അമ്മയ്ക്ക് എത്ര മാർക്കാ? ഒന്നെ ആയിട്ടുള്ളൂ. അറിയാണ്ടോന്നല്ല ഞാൻ പറയാതിരിക്കണേ. എന്താ വെച്ചാല് എല്ലാ മാർക്കും കിട്ടി കഴിഞ്ഞാൽ ശരിയല്ല. ഓക്കെ, അടുത്തത്. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണോ അതോ നൈറ്റ് പേഴ്സൺ ആണോ? കൂടുതൽ എനിക്ക് രാത്രി ഇരിക്കാനാണോ രാവിലെ ഇരിക്കാനാണോ ഇഷ്ടം? ഒരുമിച്ച് പറഞ്ഞോട്ടാ. റെഡി 1 2 3. ശരിയാ, രണ്ടുപേർക്കും പോയിന്റ് കിട്ടി. ഓക്കെ, രാത്രി മുഴുവൻ മൊബൈലിലാണെന്ന് മാത്രം. അതിനിവിടെ ചോദ്യമില്ല, അതിന് പ്രസക്തി ഇല്ല. രാത്രിയാണോ രാവിലെ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ചായയാണോ കാപ്പിയാണോ ഏറ്റവും ഇഷ്ടം? അച്ഛൻ ശരിക്കും അമ്മനെ കോപ്പി അടിക്കുക. അമ്മ പൊന്തിച്ച മാത്രം അച്ഛൻ അമ്മ പൊന്തിക്കണ്ട. എനിക്ക് ഉത്തരം അറിയാം. ഒരു സഹതാപം. ഓക്കെ, റെഡി 1 ഒരുമിച്ച് പറഞ്ഞോട്ടോ. റെഡി 1 2 3. രണ്ടും ഇഷ്ടമില്ല. അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? അത് ശരിയാണ്. പക്ഷെ എന്നാലും ലേഖകളൊന്നും പറയണ്ടേ? അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാപ്പിയാണോ ചായയാണോ കൂടുതൽ ഇഷ്ടം? അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ചോദിച്ചാൽ ആൾക്കാർ ഇഷ്ടം അമ്മയെ കൂടുതലേ. അപ്പൊ അവള് മാർക്ക് എങ്ങാനും സൂത്രം കാണിക്കുന്നില്ല. നമ്മൾ ഏതാണെന്ന് ചോദിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഫ്ലേവർ? ശരിക്കും എന്റെ അച്ഛൻ തന്നെയാ. പറഞ്ഞോ. അത് അമ്മ എഴുതിക്കാണോ ഓറിയോ ഇഷ്ടം? എനിക്കല്ല. അല്ലാതെ അച്ഛനാണ് ഇഷ്ടം, എനിക്കല്ല. അച്ഛന്റെ ഫേവറേറ്റ് അല്ല. ഓക്കെ, ഞാൻ പറയാം. ഗൈസ്, ഇവർക്ക് 3 പേർക്ക് എന്നെ നന്നായി അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റ് ആണ്. അത് ശരിയാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നേരത്തെ. വെറുതെ കിട്ടിയാലും അതിപ്പോ എനിക്ക് തന്നെ കമ്പനിക്ക് അടിച്ചു മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരെണ്ണം പറയണം കേട്ടോ. നേരത്തെ പോലെ രണ്ടും ഇഷ്ടമില്ലെന്ന് പറയുന്നത്. എനിക്ക് പുസ്തകങ്ങളാണോ സിനിമയാണോ കൂടുതൽ ഇഷ്ടം? സിനിമ. ഓളിടാൻ പാടുമോ? അങ്ങനൊന്നുമില്ലെങ്കിൽ രണ്ടും ഇഷ്ടമാണ്. എനിക്ക് സിനിമ ഇഷ്ടം, പുസ്തകം ഇഷ്ടം. പക്ഷെ സിനിമ കുറച്ചുകൂടി കൂടുതൽ. അപ്പൊ അച്ഛനാണ് മാർക്ക് കേട്ടോ. ശരി, അമ്മയും പറഞ്ഞില്ലേ കറക്റ്റാ. അമ്മയ്ക്കും കൊടുക്കാം ഒരു മാർക്ക്. അമ്മ ഓളിട്ടോണ്ടാണ് അച്ഛന് കിട്ടിയത്. ശരിയാ. ലവ് എന്തടാ ലവ്. ഓക്കെ, അടുത്തത്. എനിക്ക് ഫോൺ വിളിക്കാനാണോ അതോ മെസ്സേജ് അയക്കാനാണോ കൂടുതൽ ഇഷ്ടം? വിളിക്കാം. അച്ഛൻ ഓളിടാൻ പാടില്ല, കളി പുറത്താക്കൂട്ടാ. അമ്മ പറയും മെസ്സേജ്. അല്ല, അമ്മനെ ഏത് നേരം വിളിച്ചോണ്ടിരിക്കാറില്ല അമ്മ. അമ്മക്ക് നിന്നിട്ട് അതാവുമ്പോ പിന്നെ നിന്റെ ഒരുപാട് നേരം. ശരി, അടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും ഓളിടണ്ട, നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും. കൈ മാത്രം പൊതിച്ചാൽ മതി. എൻ്റെ ഏറ്റവും പൊട്ട സ്വഭാവമായിട്ട് നിങ്ങൾ കരുതുന്ന ഒരു കാര്യം? ഹരിതേ. ഓക്കെ, ഓരോരുത്തരായിട്ട് പറയാം. അച്ഛൻ പറഞ്ഞു. കുളിക്കില്ല. അച്ഛൻ കുളിക്കാറുണ്ട്. എനിക്കറിയുന്നല്ലോ. ഇവള് വെറുതെ പറയാം. ഓക്കെ, ഒരാൾക്ക് പറഞ്ഞു പറയാൻ പറ്റില്ല. അടുത്ത അമ്മ പറ. അലക്കില്ല. നന്ദു കണ്ടെങ്കിൽ പറയും എന്നിട്ട് അലക്കാറുണ്ട്. അലക്കലും ഇല്ല, കുളിയില്ല. ഇതൊക്കെ വെറുതെ പറഞ്ഞതാ. ഹരിത പറഞ്ഞോ. ചെറിയ കാര്യത്തിന് പണവും ദേഷ്യപ്പെടും. ഹരിതയ്ക്കാണ് മാർക്കുള്ളത്. ഇത് അലക്കലും കുളിക്കലൊക്കെ ഒരു വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാ. അഴിമതി പുകഴ്ത്തുന്ന ആൾക്കാർക്ക് ഞാൻ ദേഷ്യപ്പെടും പിണങ്ങുന്ന പറഞ്ഞേ. ഇത് പക്ഷെ എല്ലാവർക്കും ഇല്ല. അച്ഛൻ വിളിച്ചിട്ടുണ്ടോ? 2 പ്രാവശ്യം വിളിച്ചു. ഒരാഴ്ച ഇവിടുന്ന് പോകുമ്പോ വിളിച്ചു.
പിന്നെ നിന്നെ കൊണ്ടുവന്ന കാരണം വേറെ എവിടെയും കൊണ്ടുപോയി. ശരി, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ആ അടുത്ത അവള് ക്വസ്റ്റ്യൻ കണ്ടിട്ട് അമ്മ ഇല്ല. അതൊക്കെ ഉണ്ടാവും. നിങ്ങളെ അമ്മ സ്നേഹികളാണ്. ഓക്കെ. അപ്പൊ പിന്നെ പിന്നെ അമ്മ എന്നിട്ട് പറഞ്ഞു ഞാൻ തന്നെ കേട്ടില്ല സത്യം. ഞാൻ തന്നെ കേട്ടില്ല സത്യം. അത് കുഴപ്പമില്ല, ജയിച്ചോട്ടെ. ഞാനത് പക്ഷെ അച്ഛനാണ് ലീഡ് ചെയ്തിരിക്കണം കേട്ടോ. അമ്മ ഭയങ്കര താഴെയാ. അമ്മയ്ക്ക് അറിയണ ഓക്കെ. തെറ്റിക്കണേ. ഞാന് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെ ഭയങ്കരമായിട്ട് അനോയ് ചെയ്യുന്ന, അങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം എന്താ ഞാൻ ചെയ്യുന്നതില്? കൈ പൊന്തിച്ചാൽ മതി, ഓളിടണ്ട. ഞാൻ ഒരുപാട് കാര്യം ഒന്നുമില്ല പറയാ. ഇഷ്ടംപോലെ ഉണ്ട്. ഒരു കാര്യം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഏറ്റവും നിങ്ങളെ അനോയ് ചെയ്യില്ല, ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഞാൻ ചെയ്യുന്ന ഒരു സാധനം ബുദ്ധിമുട്ടാണല്ലോ ഇതിനെ കൊണ്ട് തോന്നാറില്ലേ? അത് തോന്നാറില്ലേ? ഞാൻ പാവാണോ? തോന്നാറുണ്ട് ഇതിന്. അങ്ങനെയില്ല. ഹരിതനെ കൊണ്ടുണ്ടോ? ഒന്നുകൂടി ഈ ചോദ്യം കൃത്യതയ്ക്ക് മലയാള പണ്ഡിതനുണർന്നു. ഞാൻ പറയണ മനസ്സിലായി? ഹരിതയ്ക്ക് മനസ്സിലായില്ല? ഞാൻ ചെയ്യുന്നതിൽ നിങ്ങളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അനോയ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ അത് ശല്യം തിന്നിട്ടത് ഇങ്ങനെ കാണിക്കണേന്നൊക്കെ തോന്നാറുണ്ട്? എന്തെങ്കിലും ഉണ്ടോ? ശല്യം എന്ന് പറഞ്ഞപ്പോ അച്ഛന് കിട്ടി. അമ്മയ്ക്കില്ല. അമ്മേനൊന്നും ശല്യം ചെയ്യാറില്ലേ? ആ പറഞ്ഞാ ശല്യം. നീ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരെങ്കിലും സംസാരിക്കാതിരിക്കാൻ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളങ്ങനെ അങ്ങനെ അതിന്റെ ഇടയിൽ എന്തെങ്കിലും പറഞ്ഞു ഞാൻ ഇതൊന്നും പറയില്ല, അത് ഓർത്ത് നീ ഇറങ്ങിപ്പോ. ഹരിതയെ കുറിച്ച് ചെയ്യാറില്ല? ചെന്ന് ഉച്ചയ്ക്കൂടി ചെയ്തോളൂ. അല്ലല്ല, അത് ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അപ്പുറത്തൊരാള് സംസാരിച്ച അവരോട് സംസാരിക്കും. അതിന്നുണ്ടായ ഇത് വെച്ചിട്ടാണ് അവള് പറഞ്ഞത് കേട്ടോ. എപ്പോഴും ആ, ശരി, അങ്ങനെ ഓക്കേ. അപ്പൊ അത് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും. മാർക്ക് സോറി. അമ്മ അച്ഛനാണ് ഇട്ട് ജയിക്കണത്. ആ അമ്മക്ക് നല്ല എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് അമ്മക്ക് ഞാൻ ശല്യപ്പെടുത്തുന്നത്? ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. അച്ഛൻ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ആദ്യമായിട്ടുള്ള ഒരു എനിക്ക് ഇന്ന ആളാവണം, എൻ്റെ ഡ്രീം ജോബ് എന്തായിരുന്നു ചെറുതില്? ശരി, ഫസ്റ്റ് അച്ഛനമ്മയ്ക്ക്. അമ്മ പറയാത്ത അച്ഛൻ എനിക്ക് തോന്നണതേ വെറുതെ കൈ പൊന്തിക്കുക എപ്പോഴെങ്കിലും കിട്ടുമല്ലോ. ഞാൻ പറയാം. ആ ഡോക്ടർ, കറക്റ്റ് പറഞ്ഞു. ആയുർവേദ ഡോക്ടർ. അമ്മ എന്നിട്ട് പറഞ്ഞു പക്ഷെ അച്ഛൻ ആദ്യം പറഞ്ഞോട്ടെ കൈ ആ, പൊന്തിക്കുക. രണ്ടുപേർക്കും അറിയുന്നത്. ഓ ശരി ശരി, രണ്ടുപേർക്ക് ഇട്ടിട്ടുണ്ട്. ഇല്ല, നീ ഉത്തരം ഞാൻ അമ്മ പറയുന്നു പറഞ്ഞിട്ടുണ്ടായി. അടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ ഫേവറേറ്റ് കളർ ഏതാ? അമ്മ ഇതിന്റെ ഇടയിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ ഔട്ട് ആയാലും ഇത് പറയാനുണ്ട്. ആയുർവേദ മേഖല രക്ഷപ്പെട്ടു. അതിന്റെ ഇടയിൽ പറഞ്ഞില്ലെങ്കിൽ ഇല്ല രേഖ, നിനക്കറിയാലോ. ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ചു, അത്ര. കാരണം അതായിരുന്നു. ഓക്കെ, ഞാൻ വേഗം ബാംഗ്ലൂർ പോയി. ഇഷ്ടപ്പെട്ട കളർ ഞാൻ തന്നെ പറയാന്നേ. ആ പറ. അച്ഛനെന്തെങ്കിലും പറയണ്ട? ഏതാ അച്ഛനെന്തെങ്കിലും പറയണ്ട? എന്നിട്ട് ചോദ്യം ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് അതൊക്കെ ഉത്തരം പറഞ്ഞോടാ. ചോദ്യം ചോദിക്കാണ്ട് ഉത്തരം. അതാ അച്ഛനറിയോ? അമ്മയ്ക്ക് അറിയണ ചോദ്യം അമ്മ തന്നെ പറയാ, മോളെ സപ്പോർട്ട് അല്ല, നേരത്തെ കുഴപ്പമില്ല, എനിക്ക് വിരോധമില്ല, എന്നാലും ശരി. പറയണം. ഫേവറേറ്റ് ചോദിക്കേണ്ടതായിരുന്നു. നേരത്തെ പറഞ്ഞത്. ആ അച്ഛൻ്റെ ഇടയില് മറ്റേ ഇടയിൽ കൂടെ കയറി അതണ്ടേ. ആ, ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് തന്നെയാണോ? മുഴുവനായിട്ട് ബ്ലാക്ക് അല്ലല്ലോ. എന്നോട് വെക്കണ്ട, ഉത്തരം പറയും. അയ്യ, എന്റെ ഇടയിൽ കൂടെ എന്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള പൊളിഞ്ഞു. സാരില്ല. അത് ബ്ലാക്ക് ആണല്ലേ രേഖ പറഞ്ഞത്? മണിക്കുട്ടി കൊടുക്കും. ഗ്രീൻ. ഏറ്റവും ഇഷ്ടമില്ലാത്ത കളർ ഗ്രീൻ. ഏറ്റവും ഇഷ്ടമുള്ള കളർ രേഖയ്ക്ക് ഇഷ്ടമുള്ള കളറാണ് ഗ്രീൻ. അപ്പൊ രേഖയ്ക്ക് മാർക്ക് കിട്ടി. പച്ചയായ മനുഷ്യനായ കാരണം എനിക്ക് പച്ച വരുന്നു, അതുകൊണ്ടാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളിങ്ങനെ എംബാരസ് ചെയ്യിപ്പിച്ച ഒരു മൂമെന്റ്, അതായത് ഇങ്ങനെ ഒന്ന് വൃത്തികേടായി എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ കാരണം ഇങ്ങനെ നാണം കെട്ട എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിലുണ്ട്. അത് അച്ഛനായിരുന്നോ മുത്തച്ഛനായിരുന്നോ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ കാരണം ഒരു നാണക്കേടെന്നല്ല, ഒരു എംബാരസ്ഡ് ആയ ഒരു മൊമെന്റില്
നമുക്കൊരു കുഞ്ഞ കാര്യം നമ്മളെ നാണം അപ്പൊ ഞാൻ കുഞ്ഞു കെടുത്തി കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അതൊന്നും അത്ര വലിയ നമ്മൾ മനസ്സിൽ വെക്കാവുന്ന ഒരു സാധനമൊന്നും ഞാൻ അങ്ങനെ ചെയ്തതായിട്ട് ഓർമ്മിക്കുന്നു. ഓക്കെ, അമ്മയ്ക്കുണ്ടോ അങ്ങനെ? ഒന്നുമില്ലേ? ഹെജയ്ക്കുണ്ടറി. പക്ഷെ എനിക്കുണ്ട് ഓർമ്മ. എന്താണെന്ന് അറിയോ, നമ്മൾ തറവാട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഗൂർക്ക് വരില്ലേ, അത് ഓർമ്മ. അതായത് വല്യമ്മയുടെ വീട് നമ്മൾ താമസിച്ച തറവാട് ഇവിടെ അടുത്തടുത്ത്. അപ്പൊ ഞാൻ വല്യമ്മയുടെ വീട്ടിൽ നിൽക്കായിരുന്നു. അച്ഛൻ ഓർമ്മയില്ലത്? വല്യമ്മയുടെ വീട്ടിൽ നിൽക്കായിരുന്നു. അപ്പൊ ഈ ഗൂർക്ക പണ്ട് കാലത്ത് ഇങ്ങനെ ഗൂർക്കകൾ ഇങ്ങനെ വരും. അവരിങ്ങനെ എന്തുട്ടാ രാത്രി കാലത്ത് ഇങ്ങനെ റൂട്ടിലൊക്കെ നടക്കാറുണ്ട്. അവര് സുരക്ഷിതമായിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഭാഗമായിട്ട് വരുന്നു പറയും. പക്ഷെ അവരൊരു ഹിന്ദിക്കാരനായിരുന്നു. ഹിന്ദിയാണ് ബേസിക്കലി അവരുടെ ഭാഷ. അപ്പൊ അവർ മലയാളികളല്ല എന്നുള്ള ഒരു എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ലേ മലയാളം അറിയുന്നത്. ഞാൻ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ പൈസ കൊടുക്കാൻ പോയപ്പോ ഞാൻ അവിടെ വിളിച്ചു കൊടുത്തു, മുത്തശ്ശ പൈസ. ഞാൻ കുഞ്ഞിതാണ്, 5-ോ 4-ാണ്ട് പഠിക്കും, അത്ര അല്ലായിട്ടുള്ളൂ. മുത്തശ്ശ പൈസ ഒന്നും കൊടുക്കണ്ട, അവര് വെറുതെയാ നോണ പറഞ്ഞതാ, കള്ളന്മാരാകും. ആള് തിരിച്ച് മുത്തശ്ശനിൽ നിന്ന് പൈസ മനസ്സിട്ട് ഈ വഴി വന്നിട്ട് മലയാളത്തിൽ തന്നെ കളിയാക്കി ചിരിച്ച് ചീത്തോട്ട്. അത്ര ഉണ്ടല്ലോ. അതെനിക്ക് ഭയങ്കര എനിക്ക് തന്നെ എപ്പോഴും ആലോചിക്കും ഒരു വേണ്ടാത്തൊരു മൊമെന്റ് ആയിരുന്നു. നമുക്കതുണ്ടാ ഓർമ്മയുണ്ടാ? അതന്നെ അങ്ങനെ അച്ഛനോടാ വലിച്ചനോടാ ആരോടാണ് ചോദിച്ചു കുട്ടികൾ ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു എന്ത് അതൊന്നുമില്ല. ഈ ഇടയിൽ കൂടെ അവള് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കാരണം നിങ്ങൾ പ്രൗഡായ ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? എന്താച്ചാ ഇതൊക്കെ ഒരു വട്ടം മാത്രമൊന്നുമല്ല പല സമയങ്ങളിൽ. തുടർന്നോളൂ അച്ഛൻ്റെ സംസാരം. ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു മൂമെന്റ് എന്ന് പറയുന്നത് പിന്നെ ട്രോഫി ഉണ്ടല്ലോ, ആംഗ്ലോ, അവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് റൈറ്റർ അവാർഡ് നേടിയെന്നുള്ളതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത് സഹൃദയ കോളേജിൽ പോയിട്ട് ഒരു സ്പീച്ച് അതിൽ ഫസ്റ്റോ അങ്ങനത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാടകത്തിൻ്റെ 2 പ്രാവശ്യം ഈ പിന്നെ സ്കൂൾ പിന്നെ നാടക മത്സരത്തിൽ ബെസ്റ്റ് ആക്ട്രസ് ആയത് 2 പ്രാവശ്യമാണ്. അതും തുടർച്ചയായിട്ട് എന്നുള്ള സംഭവം. ഇപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ എന്താണ് ഇങ്ങനെ വിദ്യാഭ്യാസ സംഗതി നേരത്തെ അമ്മ പറഞ്ഞ 2nd റാങ്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലൊക്കെ നീ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഒരു വിമർശനമാണ്. അതാണ് അതിൻ്റെ കാര്യം. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ ഇടക്കാലത്ത് അതിൽ നിന്ന് കുറച്ച് മാറിപ്പോവുകയും ഇപ്പോൾ നീ റിസർച്ചൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും നീ ഇതിൻ്റെ അപ്പുറമാകാൻ പറ്റുന്ന ഒരാളാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. അത് നീ ഇപ്പം ചെയ്യുന്നില്ല എന്നൊരു വിമർശനവും ഉണ്ട്. അപ്പം അതിലേക്ക് തിരിച്ചു വരേണ്ടത്. ശരിക്കും പറ. ഭയങ്കര നാളെ വേറെ ഒന്നല്ല. ഇത് കഴിഞ്ഞിട്ട് വേണം അലക്കാൻ പോവാൻ, പാത്രം കഴുകാണ്ട്. അതിനിടയിൽ ഞാൻ പിടിച്ചിരുത്തിയതിനാണ് ഈ ഇതിങ്ങനെ മുള്ളുമേ കഴിഞ്ഞ നേരത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടപ്പോ സമാധാനം എന്നുള്ള രീതിയിലാണ് രേഖരിക്കണം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഹരിത ഒന്നുമില്ല. അപ്പൊ അവർക്ക് ഇത്ര ഇനി ക്വസ്റ്റ്യൻസ് ആണോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിന്നോട് ചോദിക്കാം. നിന്നെപ്പറ്റി നിന്നോട് എനിക്ക് ചോദിക്കാം. ഇത് കട്ട് ചെയ്യാനുള്ളതാ. നീ നേരത്തെ ചോദിച്ചല്ലോ ഏറ്റവും ആദ്യം സംസാരം തുടങ്ങിയപ്പോ ചോദിച്ചത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയുമെന്നാണ് ചോദിച്ചത്. നീ SSLC ബുക്കിൽ നിന്റെ ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യേതൊക്കെ എനിക്കറിയാം. കാരണം അത് ആധാർ കൊടുക്കുമ്പോഴും എടുത്ത ഈ ബ്ലാക്ക് മോളും ഇവിടുത്തെ ഈ സ്കാറും അതല്ലേ കൊടുത്തേക്കുന്നത്. അമ്മയ്ക്കറിയോ? ഇവിടെ ഈ ഒരു മിനിറ്റ് എന്നാ ചോദിക്കട്ടെ, ഈ സ്കാർ എങ്ങനെയാ വന്നേ? അതിനൊരാളുള്ളൂ കാരണം പറഞ്ഞോ. ഈ സ്കാർ വന്ന് ഞാനല്ലേ പറ എങ്ങനെയാ വന്നേ? അതാ നമ്മള് തറവാട്ടില് വല്യച്ഛൻ
ഇതെങ്ങനെയാ അമ്മയ്ക്ക് അറിയില്ലേ? രണ്ടാൾക്ക് ഓർമ്മയില്ല, രണ്ടാളും കൂടിയിട്ടുള്ള ഉത്തരവാദിത്തത്തിന്റെ പുറത്ത് വന്നതാണ് ഈ സ്കാർ. ആ ഓർമ്മയുണ്ടാ? ഞാൻ കുഞ്ഞായിരുന്നപ്പോ നിങ്ങള് തോട്ടിയും പിടിച്ചിട്ട് എവിടേക്കാ പറമ്പിലേക്കാണ് പോയപ്പോ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കൊണ്ടതാണ് ചെറുതില്. പക്ഷെ ഇവിടെ കണ്ണുമയ്ക്ക് ആയില്ല, ഇവിടെ ഈ പുരുകത്തിന്റെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടായി. അങ്ങനെ അതാണ് അത് പഴയതാ, അതുകൊണ്ടാ. അപ്പൊ അതും ഇതുമാണ് ഞാൻ കൊടുത്തേക്കാം. കഴിഞ്ഞാ എനിക്കൊരു കാര്യം മനസ്സിലായോ? എന്താ അവിടെയും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ. ഓക്കെ കഴിച്ച് ഇത്ര ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതോടുകൂടി വൈൻഡപ്പിയാണ്. അപ്പൊ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട എന്ത് ചെയ്യുമായിരുന്നു? അവസ്ഥ മനസ്സിലായില്ലേ ഞങ്ങളെ? അപ്പൊ അത് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അല്ല ഇത് നമ്മുടെ അവസ്ഥ എന്ന് പറയരുത്. അല്ല അപ്പൊ നന്ദുവിനെ പറ്റി ചോദിച്ചില്ല. നന്ദുവിനെ പറ്റി എന്താ ചോദിക്കണ്ടേ? അത് നന്ദുവിന്റെ ഹൂനോസ്മി വെട്ടറിൽ ചെയ്യാം. നന്ദുവിനെ നമുക്ക് ഇരുത്തിട്ട് തടുക്കിരുത്തിട്ട് നിങ്ങൾ ഉണ്ടാവും ചോദിക്കാം. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അടുത്ത അത് വേണമെന്നുള്ളൊരു കമന്റ് ചെയ്യാം. അപ്പൊ നന്ദുവിനെ ഒന്ന് കമന്റ് ചെയ്തോളൂ വേണമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പറയും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്ന് രാവിലെ ഞാൻ വന്നു, ബാംഗ്ലൂരിൽ നിന്ന് വന്നു. അപ്പൊ ഞങ്ങൾ 4 ആള് കൂടി ഒരു ചെറിയൊരു മൊമെന്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തു മാത്രം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.